നമ്മുടെ ദിലീപേട്ടൻ നായകനാവുന്ന പുതിയ സിനിമയാണ് ഭയഭക്തി ബഹുമാനം അഥവാ ഭ. സിനിമയുടെ ഒരു ചെറിയ ടീസർ പുറത്തിറക്കിയിട്ടുണ്ട്. സത്യം പറയുകയാണെങ്കിൽ എനിക്ക് നല്ല സന്തോഷമുണ്ട്. നമ്മുടെ പഴയ ഒരു വിൻറ്റേജ് നമ്മളെല്ലാവരും കാണാൻ ആഗ്രഹിച്ച ആ ഒരു വിൻറ്റേജ് ദിലീപേട്ടനെ കണ്ട ഒരു ഫീല് കിടിലം വെച്ചാൽ കിടിലം. പിന്നെ ഫസ്റ്റിലെ ടീസർ കണ്ടപ്പോൾ എനിക്കെന്തോ ഒരു പന്തികേട് തോന്നി. ഇതെന്താടാ മലയാള സിനിമയാണോ അതോ അല്ല തമിഴ് സിനിമയാണോ ജസ്റ്റ് ഒന്ന് വിചാരിച്ചു പോയി. ഒരു അറ്റ്ലി സിനിമയുടെ ആ ഒരു മേക്കിംഗ് ലെവലൊക്കെയാണ് പേഴ്സണലി എനിക്ക് തോന്നിയത്. ആ ഒരു ടീസർ കട്ടായിക്കോട്ടെ, ആ ഒരു മ്യൂസിക് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആയിക്കോട്ടെ, കറക്റ്റ് ഒരു അറ്റ്ലി ലെവല് ഒരു തമിഴ് സിനിമയുടെ ഒരു ലെവലാണ് തോന്നിയത്. പേഴ്സണലി പറയുകയാണ്, ആദ്യമായിട്ടാണ് ദിലീപേട്ടൻ്റെ ഒരു സിനിമയുടെ ടീസർ കട്ട് ഈ ഒരു ലെവൽ ഞാൻ കാണുന്നത്. പുള്ളിക്കാരൻ്റെ കുറച്ച് പടം പെൻഡിങ് കിടക്കുവാണ്. OTTക്ക് പോലും വേണ്ടാത്ത രീതിയിലുള്ള കുറേ പടങ്ങൾ. അതിലൊന്നാണ് തങ്കമണിയും പിന്നെ ബാന്ദ്രയും. അതൊക്കെ ആരും തന്നെ മേടിച്ചിട്ടില്ല. ഇപ്പോഴും നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്നില്ല, എന്നാലും കുഴപ്പമില്ലെന്ന് കണ്ട് കളയാം എന്ന് വിചാരിച്ചാൽ പോലും കാണാൻ പറ്റുന്നില്ല. പിന്നെ ചേട്ടനും അനിയച്ചാരും സിനിമയിലുണ്ട്, ധ്യാൻ ശ്രീനിവാസനും വിനീത് ശ്രീനിവാസനും സിനിമയിലുണ്ട്. പിന്നെ നമ്മുടെ ലാലേട്ടൻ സിനിമയിൽ ഒരു പ്രധാന വേഷത്തിൽ എത്തണമെന്ന് പറഞ്ഞായിരുന്നു. ടീസറിനകത്ത് എവിടെയും കണ്ടില്ല. സിനിമയിൽ ഒരു സസ്പെൻസ് ആയിട്ട് ഇരിക്കട്ടെ. ദിലീപേട്ടന് ഏറ്റവും കൂടുതൽ ലക്ക് കിട്ടുന്ന ഒരു ഡേറ്റ് ആണെന്ന് തോന്നുന്നത് ജൂലൈ 4. കാരണം പുള്ളിക്കാരൻ്റെ ഹിറ്റായിട്ടുള്ള മെയിൻ സിനിമകളുടെ നോക്കുവാണെങ്കിൽ ജൂലൈ 4-നാണ് റിലീസിന് എത്തിയിട്ടുള്ളത്. പിന്നെ നമുക്ക് ഇച്ചിരി കൺഫ്യൂഷൻ തന്ന ജിപ്സി നമ്പർ 100 ആ ഒരു ജീപ്പ് ഗില്ലി സിനിമ കാണിച്ചിട്ടുള്ള ആ ഒരു ജീപ്പ് സിനിമയിൽ ടീസർ കട്ടിനകത്ത് കാണിച്ചിട്ടുണ്ട്. അതെന്തിനാണ് ഉപയോഗിക്കുന്നത് എന്ന് മനസ്സിലാവുന്നില്ല. ദിലീപേട്ടൻ ഓടിക്കുന്ന ജീപ്പൊക്കെ തന്നെയാണ്, പക്ഷെ എന്നാൽ ആ ഒരു നമ്പർ സിനിമയിൽ ഏത് രീതിയിൽ ഉപയോഗിക്കും എന്ന് മനസ്സിലാവുന്നില്ല. ടീസർ കട്ടിനകത്ത് ഏറ്റവും അവസാനം ദിലീപേട്ടൻ്റെ ആ ഒരു സീൻ, എൻ്റെ പൊന്നു മക്കളെ, നമ്മുടെ റൺവേ സിനിമയില്ലേ ആ ഒരു മാസ്ക് ബാപ്പ് ആ ഒരു ലെവല്. പിന്നെ ഞാൻ ഞെട്ടിയത് സിനിമ റൈറ്റ് ചെയ്തിരിക്കുന്നത് നൂറിൻ ഷെരീഫ്. അത് കണ്ടപ്പോൾ ശരിക്കും ഞാൻ ഞെട്ടി. സിനിമയിലെ മ്യൂസിക് എല്ലാം കൈകാര്യം ചെയ്യുന്നത് ഷാൻ റഹ്മാനാണ്. അതെന്തായാലും പൊളിച്ച്. പുള്ളിക്കാരനെ കുറച്ച് നാളായിട്ട് സിനിമ മേഖല എവിടെയും നമ്മൾ കണ്ടില്ല. ഇനി നമുക്ക് പറയാമല്ലോ, ഹീസ് ബാക്ക് വിത്ത് എ ബാങ് എന്ന് പറഞ്ഞുകൊണ്ട്. ദിലീപേട്ടൻ്റെ കാര്യം അതൊക്കെ തന്നെയാണ്. നമ്മുടെ തുടരും സിനിമയിൽ ലാലേട്ടൻ തിരിച്ചു വന്ന പോലെ തന്നെ ദിലീപേട്ടൻ ഈ ഒരു സിനിമയിൽ കൂടെ കത്തിക്കേറും. പുള്ളി തിരിച്ചു വന്ന് പുള്ളിക്കാരൻ പ്രിൻസ് ആൻഡ് ഫാമിലിയിൽ കിടിലായിട്ടുള്ള പെർഫോമൻസ് തന്നെയാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ജസ്റ്റ് കമൻറ്റ് ബോക്സ് കമൻറ്റ് ചെയ്തൊക്കെ. എൻ്റെ അപ്ഡേറ്റ് ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.